ദൈവം ജീവിതത്തിൽ ഒരുക്കുന്ന ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. അതൃപ്തരായ, അസംതൃപ്തരായ, ആവലാതികൾ പറയുന്ന ഒരുപാട് മനുഷ്യരുടെ നടുവിൽ വേറിട്ട് നിൽക്കേണ്ട ഒരു സമൂഹമാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാർ. ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് വെളിച്ചം വീശുന്ന വിളക്കുകൾ, ഉദ്യാനത്തിൽ നിന്ന് സുഗന്ധം പൊഴിക്കുന്ന പൂക്കൾ, ഇതുപോലെ പ്രകാശം പരത്തുന്ന, നറുമണം പരത്തുന്ന അനുഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരാം. സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, കഷ്ടവും അനുഗ്രഹങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ മാറി മാറി വരാം. ഏത് സാഹചര്യം ആണ് ദൈവം അവർക്ക് അനുവദിക്കുന്നതെങ്കിലും ആ സാഹചര്യത്തിൽ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ മക്കൾ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുമെല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ജീവിതയാത്രയിൽ താൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെങ്കിലും ആ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ, ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ തനിക്ക് ശക്തി തരുന്നത് തന്റെ കർത്താവാകുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, താഴ്ചയിൽ ഇരിക്കുവാനും. ലോകത്തിലാരും ആ ഒരവസ്ഥയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഉയർച്ചയിലിരിക്കുവാനാണ്. സാമ്പത്തിക ഉയർച്ച, ഭൗതിക ഉയർച്ച, മറ്റുള്ളവരെ കഴിഞ്ഞും എപ്പോഴും ഒരു പടി മുമ്പിൽ നിൽക്കുവാനുള്ള ആഗ്രഹം എല്ലാവരിലുമുണ്ട്. താഴ്ചയിലിരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും എനിക്കറിയാം. തന്നെ അതിന് ശക്തീകരിച്ചത് തന്റെ കർത്താവാണ്. കർത്താവുമായിട്ടുള്ള തന്റെ ബന്ധം, കർത്താവുമായിട്ടുള്ള തന്റെ സ്നേഹം ആണ് ആ ഒരു അനുഭവത്തിലേക്ക് തന്നെ നയിച്ചത്. അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ തനിക്ക് ശക്തി നൽകിയത്, അല്ലെങ്കിൽ ആ ഒരു ശീലം ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് യേശുക്രിസ്തു മുഖാന്തരമാണ് എന്നാണ് പൗലോസ് പറഞ്ഞത്. സമൃദ്ധിയിലിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ പൗലോസ് പഠിച്ചിരുന്നു. താഴ്ചയിലിരിക്കുമ്പോൾ യാതൊരു പരിഭവവും പരാതിയും പിണക്കവും ഇല്ലാതെ ജീവിക്കുവാൻ പൗലോസ് ശീലിച്ചിരുന്നു. ഇതൊരു ആത്മീയന്റെ ലക്ഷണമാണ്. അടുത്തതായിട്ട് പറയുന്നത് തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുമെല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അല്പം ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോൾ, മാത്രമല്ല അല്പം കുറവുകൾ ജീവിതത്തിൽ വരുമ്പോൾ, തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഒരു നേരം ആഹാരത്തിന് നിവൃത്തിയില്ലാതെ വിശന്നിരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യത്തിലും ജീവിക്കുവാൻ തന്നെ ശക്തീകരിച്ചത് താൻ സേവിക്കുന്ന കർത്താവാണെന്നാണ് പൗലോസ് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ പ്രയോജനം എത്ര ഭയങ്കരമാണ്. താഴ്ചയിലിരിക്കുമ്പോൾ, വിശന്നിരിക്കുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യർ ഏതെല്ലാം നിലയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? ബഹളം വയ്ക്കുന്നു, അരിശപ്പെടുന്നു, നാട് വിട്ടുപോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു, മറ്റുള്ളവരിൽ അവരുടെ പരാജയത്തിൻ്റെതായ കുറ്റങ്ങൾ ചുമത്തുന്നു. ഇതൊക്കെ ജഡികന്മാരും ദൈവമില്ലാത്തവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പൗലോസ് പറയുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും ബുദ്ധിമുട്ടിലിരിക്കുവാനും വിശന്നിരിക്കുവാനും താഴ്ചയിലിരിപ്പാനും സകലത്തിനും എന്റെ കർത്താവ് എനിക്ക് മതിയായവൻ എന്നാണ്
പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ തന്റെ ശരീരത്തിലുള്ള ശൂലം മാറേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ഉത്തരം എന്റെ കൃപ നിനക്ക് മതി എന്നായിരുന്നു. ആ ഭാഗം നിറകണ്ണുകളോടെ മാത്രമേ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരീരത്തിൽ ശൂലമുള്ളവനായിട്ട് സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുവാൻ തന്നെ പര്യാപ്തമാക്കിയത് താൻ പഠിച്ച സർവകലാശാലകളിലെ സർട്ടിഫിക്കറ്റുകളോ പരിചയങ്ങളോ പഴക്കങ്ങളൊന്നും ആയിരുന്നില്ല. തന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം സകലത്തിനും താൻ മതിയായവൻ ആയിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ താഴ്ചയുടെയോ ബുദ്ധിമുട്ടിന്റെയോ പ്രയാസത്തിന്റെയോ ആണെങ്കിൽ, ഒരുപക്ഷെ അതൊരു മാറ്റം വന്നില്ലെങ്കിൽ പോലും ആ സാഹചര്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ തന്ന് ശക്തീകരിക്കുവാൻ കഴിവുള്ള ഒരാളാണ് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ക്രിസ്തുവിൽ വിശ്വസിച്ച സകലത്തിനും എന്നെ ശക്തനാക്കുന്നവൻ മതിയായവൻ എന്നുള്ള തീരുമാനത്തോടെ ജീവിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം.